അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് ഒരു അടിപൊളി സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഓൺ ചെയ്യുക, കറി മോഡ് ഇടുക, ഹൈയിലോട്ട് ഇടുക. അപ്പോൾ ഇനി ഇത് കുറച്ചൊന്ന് മെൽട്ടായി വരട്ടെ. പിന്നെ നമുക്ക് മെൽട്ടായി വന്നതിന് ശേഷം കാണാം. അപ്പോൾ ഷുഗർ മെൽട്ടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ മെൽട്ടാവട്ടെ. എന്നിട്ട് ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണം. ഓക്കെ, കണ്ടോ മെൽട്ടായി നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിലെത്തി. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ പെട്ടെന്നാവും. ഞാനിപ്പോൾ കറി മോഡിൽ 1600 ഇട്ടിരിക്കുന്നത്. ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നവർ ഇതേ സെയിം തന്നെ യൂസ് ചെയ്താൽ മതി. നല്ലൊരു കളർ ആയതല്ല. പിന്നെ നമുക്ക് ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. അപ്പം ഞാനിവിടെ ഡയറക്റ്റ് ടോൺഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. ഇത്ര മതി. ഇനി ഓവർ കളറായാൽ നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. ഓഫ് ചെയ്യാം. ഇത്ര ഒരു ഇതായില്ലേ. ഇനി നമുക്കതിലോട്ട് സ്ലോലി മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാം, അധികം ആഡ് ചെയ്ത് സ്റ്റിർ ചെയ്ത് എന്നിട്ട് മതി, അല്ലെങ്കിൽ ഇത് പോകും. ഞാൻ മിൽക്ക് ആഡ് ചെയ്തപ്പോൾ ഈ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. നന്നായി ഇതിപ്പോൾ കട്ടയൊന്നും കുത്തിയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരേണ്ടത്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ബാലൻസ് ബാക്കിയുള്ള മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. നല്ല അടിപൊളി പാലടയുടെ ഒക്കെ കളർ വരില്ലേ, പാലട പായസമൊക്കെ വെക്കുന്ന അതേ ഒരു കളറിലായിരിക്കും നമുക്കിപ്പോൾ ഇതിങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ബാക്കി നമ്മുടെ മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്ദിനിയുടെ ടോണ്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1/2 ലിറ്റർ ഉണ്ട്. 1/2 ലിറ്റർ ടോണ്ട് മിൽക്ക് നമ്മളങ്ങനെ ഇതിലോട്ട് ആ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത് കറക്റ്റ് നമുക്ക് നല്ല പാലടയുടെ കളറും കിട്ടും, അടിപൊളിയായിരിക്കും. ഇപ്പം നമ്മൾ സേമിയ ഉണ്ടാക്കുന്ന പക്ഷെ നല്ല പാലടയുടെ പോലെ കുറുക്കിയ കളറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ പ്രഷർ കുക്ക് മോഡാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് 1600 ഇടണം. നമുക്ക് നന്നായിട്ട് ഇളക്കിയും കൊടുക്കണം. അപ്പോൾ ഇനി പാല് നന്നായി തിളച്ച് വരട്ടെ. അപ്പം നല്ല എന്താ പറയുക, പിങ്ക് പാലട പായസം എന്നൊക്കെ പറയില്ലേ, അതേപോലെ പിങ്ക് കളറൊക്കെയാണ് ഉള്ളത്. ക്യാമറയിൽ ഇപ്പോൾ നമുക്ക് ഫോട്ടോ കൊടുക്കുമ്പോൾ അത്ര ഒരു പെർഫെക്ഷനായിട്ട് വരുന്നില്ല, ലൈറ്റിങ് ഇഷ്യൂസ് ആയിരിക്കും. നോക്കാം നമുക്ക്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പം ഇനി ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പായസം മിക്സ് വാങ്ങിയിട്ട് ഇൻസ്റ്റൻറ്റ് മിക്സാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ചൂടായ ഈ പാലിലെ മിക്സിലോട്ട് നമുക്കിനി ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പായസം മിക്സിൽ ഡയറക്റ്റ്ലി ഷുഗർ, അതേപോലെ തന്നെ കാർഡമൺ പൗഡർ, സേമിയ ഇതൊക്കെ കൂടി ഒരുമിച്ച് മിക്സായിട്ട് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒന്ന് കളറും ഇതൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി ഷുഗർ ആഡ് ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് ഈ മിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഷുഗർ അധികം ആഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, നമുക്കിനി ഈ മിക്സ് ഡയറക്റ്റ്ലി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആഡ് ചെയ്തിട്ട് കാണാം. ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ഇതിൽ തന്നെ എല്ലാം വരുന്നുണ്ട്, നട്ട്സ് ആയാലും എല്ലാം വരുന്ന മിക്സ്. അപ്പോൾ നമ്മളിനി സെപ്പറേറ്റ്ലി വാങ്ങി വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലത്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാനിവിടെ പ്രഷർ കുക്ക് മോഡ് തന്നെ ഇടുന്നത്. എന്നിട്ട് നമുക്ക് സ്ലോ ആയിട്ട് ചെയ്താൽ മതി. നമ്മളോട് 500 സിമ്മിൽ ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഇളക്കി കൊടുക്കാം നമുക്ക്.
അങ്ങനെ ഏകദേശം 10 to 12 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമ്മുടെ അടിപൊളി പായസം റെഡി. ഞാനിപ്പോൾ ഇങ്ങനെ സർക്കുലറായിട്ട് ഇളക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് നമ്മളിപ്പോൾ സ്ലോ ഇതിലിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് സേമിയ അല്ലെങ്കിൽ വേർമിസെല്ലി കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പായസം നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സേമിയൊക്കെ നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. എന്താ അടിപൊളിയായിട്ടില്ലേ? ഇതുപോലെ ഇരിക്കും നമ്മുടെ സേമിയ പായസം. ജസ്റ്റ് ഒരു തലയും കൂടി വന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് നമുക്കിനി ഇതിനെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്യാം. സെറ്റായിട്ടുണ്ട് നമ്മുടെ പായസം. ഒന്ന് ഇളക്കി കണ്ട നല്ല അടിപൊളിയായിട്ടില്ലേ? വെൽ കുക്ക്ഡ്, യമ്മി ആയിട്ടുള്ള നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി ഫാസ്റ്റായിട്ട് പായസം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തു. അപ്പം നമുക്കിപ്പോൾ ഇതിനൊരു 10 minutes പായസം അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ആ കൂടി ഏകദേശം ഒരു 7 minutes ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പം മാക്സിമം ഒരു 10 minutesനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഇങ്ങനത്തെ ഒരു പായസം റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഹാപ്പി ആവണം.